ഓം നമോ ഭഗവത്തെ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 75 ശ്ലോകം 9-10. സദ്യോ നിഷ്പിഷ്ടസന്ധിം ഭുവി നരപതിമാപാത്യ തസ്യോപരിഷ്ടാത് ത്വയ്യാപാത്യേ തദൈവ ത്വദുപരി പതിതാ നാകിനാം പുഷ്പവൃഷ്ടിഃ. കിം കിം ബ്രൂമസ്തദാനീം സതതമപി ഭിയാ ത്വദ്ഗതാത്മാ സഭേജേ സായുജ്യം ത്വദ്വദോദ്ധാ പരമിയം വാസനാകാലനേമേഃ. തദ്ഭ്രാതॄനഷ്ടപിഷ്ട്വാദ് ദ്രുതമഥ പിതരൗ സന്നമന്നുഗ്രസേനം കൃത്വാ രാജാനമുച്ചൈർയദുകുലമഖിലം മോദയൻ കാമദാനൈഃ. ഭക്താനാമുത്തമം ചോദ്ധവമരഗുരോരാപ്തനീതിം സഖായാം ലബ്ധ്വാ തുഷ്ടോ നഗര്യാം പവനപുരപതേ അരുന്ധി മേ സർവരോഗാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സദ്യഃ നിഷ്പിഷ്ട സന്ധിം ഭുവി നരപതിം ആപാത്യ തസ്യ ഉപരിഷ്ടാത് ത്വയി ആപാത്യേ തദാ ഏവ ത്വത് ഉപരി പതിതാ നാകിനാം പുഷ്പവൃഷ്ടിഃ. കിം കിം ഭ്രൂമഃ തദാനീം സതതം അപി ഭിയാ ത്വത് ഗത ആത്മാ സ ഭേജേ സായുജ്യം ത്വത് വധ ഉദ്ധാ പരമ ഇയം വാസനാ കാലനേമേഃ. തത് ഭ്രാതॄൻ അഷ്ടപിഷ്ട്വാ ദ്രുതം അഥ പിതരൗ സന്നമൻ ഉഗ്രസേനം കൃത്വാ രാജാനം ഉച്ചൈഃ യദുകുലം അഖിലം മോദയൻ കാമദാനൈഃ. ഭക്താനാം ഉത്തമം ച ഉദ്ധവം അമരഗുരോഃ ആപ്തനീതിം സഖായം ലബ്ധ്വാ തുഷ്ടഃ നഗര്യാം പവനപുരപതേ രുന്ധി മേ സർവരോഗാൻ. പദങ്ങൾ. ഹരേ കൃഷ്ണ. 9-ാമത്തെ ശ്ലോകത്തില് കംസനക്ക് ഭഗവത് സായുജ്യം കിടக்கிறതാക്കും ചൊല്ലറ. സദ്യഃ നരപതിം നിഷ്പിഷ്ടസന്ധിം ഭുവി ആപാത്യ. മേലെ ഏറിപ്പോയി മാളിക മുകൾക്ക് എറിഞ്ഞതും കംസൻ ഭയന്ന് വരാൻ ഉടനെ കംസൻ സ്വയം വീഴപ്പെട്ടതാക്കുന്നത് സാധാരണ ചൊല്ലുക. എങ്കിൽ ആപാത്യ ചൊല്ലിരിക്ക. കൃഷ്ണർ കിട്ടക്ക പോനതും ഭയന്നത് അപ്പടിയെ അങ്ങേത് കീഴെ വിഴാൻ. തസ്യ ഉപരിഷ്ടാത് ത്വയി ആപാത്യ. அப்படி கீழே விழுந்ததும் ഭുവി ആപാത്യ ഭൂമിയിൽ വിഴുന്നതും പുറകെ കൃഷ്ണരും അങ്ങേത് മേലെ എന്ത് കുതിക്കറ. അപ്പോൾ കൃഷ്ണരും അതേ സമയത്തിൽ വന്ന് വീഴറ. കംസൻ ആദ്യം വീഴ, കംസനക്ക് മേലെ വന്ന് കൃഷ്ണർ വീഴറ. ത്വദുപരി നാകിനാം പുഷ്പവൃഷ്ടി പതിത. அந்த വിഴുന്നതും ഭയം വന്നതും എല്ലാത്തിലും ഉടനെ കംസം പോയാച്ച് ഉടനെ ദേവന്മാരെല്ലാം പുഷ്പവൃഷ്ടി പണറ. കിം കിം ഭ്രൂമഹ തദാനിം എന്നെ ചൊല്ലത്. ഭിയാ അപി സതതം ത്വദ്ഗതാത്മാസഹ സായുജ്യം ഭേജേ. ഭയത്തിനാലേ ആനാലും സദാ കൃഷ്ണ 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 നനച്ചിരുന്ന അന്ത കംസനുക്ക് സായുജ്യം കിടച്ചത്, സായുജ്യമുക്തിയാക്കം കിടച്ചിരിക്കും. പരമ ഇയം ത്വദ്വദോദ്ധാ കാലനേമഃ നേമേഹേ വാസനാപരം. പരമപുരുഷനാന ഹേ ഭഗവാനെ, ഉങ്ങളെ കണ്ടെന്ത് മരണം സംഭവിച്ചതിനാൽ, അല്ലാട്ടാൽ ഭഗവാൻ വധിച്ചതിനാൽ
അവനോട് മരണത്തെ കാരണം കൃഷ്ണനാണ് എന്നാല് കാലനേമിയോട് അടുത്ത ജന്മമാക്കും കംസൻ എന്ന കാലനേമിക്ക് വിഷ്ണുവ കണ്ടെന്ത് മരണം വന്നതുകൊണ്ടും ഭയത്തോടുകൂടി സദാ കൃഷ്ണനെ നനച്ചെന്തിരുന്നത് കൊണ്ടും സായുജ്യം കടച്ചത്. യം വാപി സ്മരൻ ഭാവം ത്യജന്തി അന്തേ കളയപരം എന്നത്തെ നനച്ചെന്ന് നമ്മൾ കടശീല ശരീരത്തെ വിടറോമോ അതുമായിട്ട് നമുക്ക് യോഗമുണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഭഗവാനെ നനച്ചെന്ത് മരണം സംഭവിக்கிறതാനാൽ அந்த ഭഗവത് സായുജ്യം നമ്മൾക്ക് കടയ്ക്കും. அந்த ഭഗവത് സായുജ്യം ഭഗവൻ നാമം നനയ്ക്കണം എന്നുണ്ടാനാൽ അതൊക്കെ മുന്നാടിയേ നമ്മൾ ഭഗവൻ നാമാവെ ചൊല്ലി അതൊക്കെ തയ്യാറാകണം. തദ്ഭ്രാതൂൻ അഷ്ടപിഷ്ടുവ അധ. അത് കഴിഞ്ഞ് കംസനോട് സഹോദരന്മാർ 8 പേരുണ്ട്. കങ്കൻ, ന്യഗ്രോധൻ, കങ്കു, സുനാമാവ്, സുഹു, രാഷ്ട്രപാലൻ, സൃഷ്ടി, തുഷ്ടിമാൻ. ഇവ 8 പേരും ഓടി വന്നപ്പോൾ ബലരാമൻ അവളെല്ലാവരും വധം വന്നറ. ദ്രുതം പിതരൗ സന്നമൻ ഉഗ്രസേനം രാജാനം കൃത്വ. ഉടനെ പോയി തടവറയിലിരിക്കപ്പെട്ട അമ്മ അപ്പ വസുദേവരെയും ദേവകീ ദേവിയെയും അങ്ങേത് ഇത് പണറാം, തടവറയിലെന്ത് വെളിയിൽ കൊണ്ടുവറ. എന്നിട്ട് അവൾ നമസ്കാരം പണിയിട്ട് ചൊല്ലറ, നിങ്ങൾ തപ്പ് പുറത്തുക്കണം. ഇത്ര വർഷം ഒരു കുഴപ്പം. എപ്പോഴും അപ്പാ അമ്മക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം കുഴന്തകളോടെന്ത് ചിന്ന വയസ്സിലുള്ള വിളയാട്ടുകളാക്കും. അതൊന്നും നമ്മൾക്ക് പാക്കാൻ മുടിയല്ലേ. ഇപ്പത്തെ ഞങ്ങൾക്ക് വരമിടിഞ്ചത് മാപ്പാക്കണം എന്നെല്ലാം ചൊല്ലുക. അതുക്കപ്പുറം ഉഗ്രസേനം രാജാനം കൃത്വ. ഉഗ്രസേന അതായത് അമ്മയോട് അപ്പാവ് രാജാവാക്കറ. എന്നത്തുന്നാലെന്ന യദുക്കൾക്ക് ശാപമുണ്ട്, രാജാവാക മുടിയാതെങ്கிறது. യദുകുലം അഖിലം കാമദാനൈഹി ഉച്ചൈഹി മോദയൻ. இந்த യാദവന്മാര് പല വിഭാഗങ്ങളുണ്ട്. അവെല്ലാം പല പല സ്ഥലങ്ങളിലേ ആയിരുന്നത്. അവളെല്ലാവരും ഒന്നിച്ചു കൊണ്ടുവരാൻ അവൾക്ക് വേണമെങ്കിൽ ആഗ്രഹങ്ങളെല്ലാം കൊടുക്കറ. ഭക്താനാം ഉത്തമം അമരഗുരോഹോ ആപ്തനീതിം ച ഉദ്ധവം. രാജാവ് ഉഗ്രസേനാനാലും ഭരിച്ചിരുന്നത് മുഴുവൻ കൃഷ്ണനായിരുന്നത്. നല്ലൊരു മന്ത്രിയെ കൊണ്ടുവന്നാൽ ബൃഹസ്പതിയോട് ശിഷ്യനാണ് ഉദ്ധവര. ദേവഗുരുവാകും ബൃഹസ്പതിയിട്ടേന്ന് നീതിശാസ്ത്രമെല്ലാം പഠിച്ചിട്ടാകും മന്ത്രിക്കാർ ഉദ്ധവർ. അന്ത ഉദ്ധവര മന്ത്രിയാ വെച്ചെന്ന് രാജ്യഭാരം മണ്ണറ. സഖായാം ലബ്ധ്വാ തുഷ്ടഃ ത്വം പവനപുരപതേ മേ സർവരോഗാൻ രുന്ധി. ഉദ്ധവര സുഹൃത്തായിട്ട് കടച്ചതും രാജധാനിയിലെ സന്തോഷമായിരിക്കപ്പെട്ട ഹേ ഗുരുവായൂരപ്പ, എന്നോട് രോഗങ്ങളെയെല്ലാം അകറ്റണമേ എന്ന് പ്രാർത്ഥന പണിത് இந்த ദശകത്തെ പൂർത്തി പണിക്കറ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.